അങ്ങനെ അവൻ ആ ക്ഷേത്രത്തിനകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ അവൻ മുത്തശ്ശിയോടൊപ്പം കൊണ്ടുവച്ച മിച്ചകയുടെയും അവളുടെ അനിയത്തിയുടെയും കുച്ചിക്കാമി സാക്കി അവിടെ കാണാണ്. അവന്റെ ഓർമ്മകളില് അവൻ ഏതാനും ദിവസങ്ങൾ മുമ്പ് മാത്രമാണ് ഇതിവിടെ കൊണ്ടുവച്ചത്. എന്നാൽ ആ ബോട്ടിലുകളെല്ലാം ഒരുപാട് പഴക്കം ചെന്നവയായിരുന്നു. അപ്പൊ ശരിക്കും 3 വർഷം മുൻപുള്ള മിച്ചകയാണ് താൻ കണ്ടതും അറിഞ്ഞതും എന്നുള്ളൊരു വസ്തുത അവൻ ഇവിടെ വെച്ച് ഉറപ്പിക്കുകയാണ്. പിന്നെ മുത്തശ്ശി പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഈ കുജിക്കാമി സാക്കി എന്ന് പറയുന്നത് മിച്ചകയുടെ ഒരു പാതിയാണ്, അവളുടെ സോളിന്റെ ഒരു ഭാഗമാണ്. അതോർക്കുന്ന ടാക്കി ആ കുജിക്കാമി സാക്കി കുടിക്കുകയും ശരിക്കും കാലത്തിനെ കൊണ്ട് പുറകോട്ട് പോകാൻ പറ്റുമെങ്കിൽ തനിക്ക് അവസാനമായിട്ട് ഒരവസരം കൂടി തരണം എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. അത് കുടിച്ചപ്പോൾ ആദ്യം ഒരു വ്യത്യാസമൊന്നും തോന്നിയില്ലെങ്കിലും പിന്നീട് അവൻ എണീറ്റപ്പോൾ അവന്റെ കാലിടറി ഒന്ന് താഴോട്ട് വീഴാണ്. അന്നേരം അവന്റെ മൊബൈൽ ഫ്ലാഷിൽ ആ ക്ഷേത്രത്തിനകത്തെ ഗുഹാഭിത്തിയിൽ ഒരു കോമറ്റ് വന്ന് വീഴുന്നതിന്റെ ദൃശ്യങ്ങളെല്ലാം കൊത്തിവെച്ചിരിക്കുന്നത് അവൻ കാണുകയാണ്. ആൻഡ് ആ ഒരു വീഴ്ച ഒരു വലിയ ഗർത്തത്തിലേക്ക് വീഴുന്നത് പോലെ അവന് തോന്നുകയാണ്. അന്നേരം മിത്സുകയുമായി ബന്ധപ്പെട്ട എല്ലാ ഓർമ്മകളും അവളുടെ ജീവിതം മുഴുവനും അവന്റെ കൺമുന്നിൽ കാണുകയാണ്. മിത്സുക ജനിക്കുന്നത്, അവൾക്ക് അവർ മിത്സുക എന്ന് പേരിടുന്നത്, അവൾ അവളുടെ അച്ഛനോടൊപ്പം അമ്മയോടൊപ്പം സന്തോഷമായിട്ടിരിക്കുന്നത്, പിന്നീട് അവളുടെ അനിയത്തി ജനിക്കുന്നതും അമ്മയ്ക്ക് സുഖമില്ലാതെ മരണപ്പെട്ടു പോകുന്നതും സ്വന്തം ഭാര്യയെ രക്ഷിക്കാനായില്ല എന്നുള്ള കുറ്റബോധവും വിഷമവും കാരണം അവളുടെ അച്ഛൻ അവരെയും ആ മിയാമിസും ശ്രേണിയും എല്ലാം വിട്ടു പോകുന്നതും പിന്നീട് മുത്തശ്ശിയോടൊപ്പം അവർ വളരുന്നതും എല്ലാം അവന്റെ കണ്ണിൽ കാണാണ്. അവൻ ആ കുച്ചിക്കാമിസാക്കി കുടിച്ചതോടെ മിച്ചകിയുടെ ഒരു ഭാഗം അവനിൽ ചേരുകയായിരുന്നു. സുബി എന്ന ആ ഒരു ആശയം അവിടെ യാഥാർത്ഥ്യമാകായിരുന്നു. അവളിലെ ഓർമ്മകളെല്ലാം ഇപ്പൊ അവനിൽ ചേരുകയാണ്. മിച്ചുക ടാക്കിയുമായി ബോഡി സ്വിച്ച് ചെയ്യുന്നതും അവൾ അവന്റെ ജീവിതം ജീവിക്കുന്നതും പിന്നീട് അവർക്കിടയിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളും അവസാനം അവൾ ആ കോമറ്റ് വീഴുന്നത് കാണാൻ പോകുന്നതും എല്ലാം അവന്റെ മുന്നിൽ വന്നു പോവുകയാണ്. അവൻ മിച്ചുകയുടെ അടുത്ത് നീ അങ്ങോട്ട് പോകരുത് മിച്ചുക, അങ്ങോട്ട് ചെല്ലരുത്, അത് ആപത്താണ് എന്നൊക്കെ പറഞ്ഞ് അലറി വിളിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അവൾക്ക് കേൾക്കുമായിരുന്നില്ല. എന്നാൽ ഇതെല്ലാം ഓൾറെഡി കഴിഞ്ഞ കാര്യങ്ങളാണ്. മിച്ചുക ഇന്നിവിടെ ജീവനോടെ ഇല്ല. അവസാനം ആ കോമറ്റ് വന്ന് വീഴുന്നതും ആ ഗ്രാമത്തിനോടൊപ്പം തന്നെ അവളും ഇല്ലാതാകുന്നതും അവന്റെ കൺമുന്നിൽ കാണാണ്. മിച്ചുഹ എന്ന് വിളിച്ച് അവൻ ഉറക്കെ കരയാണ്. അങ്ങനെ അവിടെ മൊത്തം ബ്ലാക്ക് ഔട്ട് ആവുന്നു. ടാക്കി കണ്ണു തുറന്നതും അവൻ മിച്ചുകയുടെ ശരീരത്തിലായിരുന്നു. അങ്ങനെ ഒരിക്കൽ കൂടി അവർ തമ്മിൽ ബോഡി സ്റ്റിച്ചിങ് നടന്നിരിക്കുകയാണ്. അവൻ ഒരുപാട് സന്തോഷമാകാണ്. മിച്ചുക നിനക്കൊന്നും പറ്റിയില്ലല്ലോ, നീ ജീവനോടെ ഉണ്ട് എന്ന് പറഞ്ഞ് അവൻ സ്വയം ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. അന്നേരം ഇതൊക്കെ കണ്ടിട്ട് അവളുടെ അനിയത്തി ഈ ചേച്ചിക്ക് എന്താ പറ്റിയത് എന്ന് പറഞ്ഞിങ്ങനെ അന്തം വിട്ട് നോക്കുക. അവനാണെങ്കിൽ മിച്ചുകയുടെ അനിയത്തെ കണ്ടതും മോളെ നീയും ഇവിടെ ഉണ്ടായിരുന്നോ, ഞാൻ നിന്നെയും മിസ് ചെയ്തടാ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടിയും കെട്ടിപ്പിടിക്കാനായിട്ട് അവന്റെ അടുത്തേക്ക് പോവാണ്. എന്നാൽ അവന്റെ പെരുമാറ്റം കണ്ടിട്ട് ഇവൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ എന്ന് പറഞ്ഞ ആ കുട്ടി പേടിച്ച് വാതിൽ അടിച്ചിട്ട് അവിടെ നിന്ന് പോവാണ്. ചേച്ചിയെടുത്ത് വേണമെങ്കിൽ ഒറ്റയ്ക്ക് സ്കൂളിൽ പോകാൻ പറ, ഞാനില്ല അവളുടെ കൂടെ എന്ന് പറഞ്ഞിട്ട് അവൾ ഒറ്റയ്ക്ക് സ്കൂളിൽ പോവാണ്. ആൻഡ് ഈ ബോഡി സ്റ്റിച്ചിങ് നടന്നിരിക്കുന്ന ദിവസം ഏതാണെന്ന് വെച്ചാൽ ആ കോമറ്റ് വന്ന് വീണ് എല്ലാവരും മരിക്കുന്നില്ലേ, അന്നേ ദിവസം തന്നെയായിരുന്നു. അപ്പൊ ടാക്കിയുടെ മുന്നിൽ ഈ ദിവസം മാത്രമേ ഉള്ളൂ മിത്സുകയെ രക്ഷിക്കാനായിട്ട്. എന്ത് വന്നാലും അവളെ രക്ഷിക്കണമെന്ന് അവനിങ്ങനെ മനസ്സിൽ ഉറപ്പിക്കുകയാണ്. ഈ നേരം ടി വിയിലൊക്കെ ഈ കോമറ്റ് വന്ന് വീഴുന്നതിനെ കുറിച്ചുള്ള ന്യൂസ് ആയിരുന്നു. രാത്രി ഏകദേശം 7:40 കൂടിയിട്ട് ഭൂമിക്കരിയിലൂടെ ഈ കോമറ്റ് പാസ് ചെയ്യും. നഗ്ന നേത്രങ്ങൾ കൊണ്ട് കൂടി നമുക്കത് കാണാൻ സാധിക്കും, അത്രയധികം ബ്രൈറ്റ് ആയിരിക്കും എന്നൊക്കെ ന്യൂസിൽ പറയാണ്. എല്ലാവരും ആകാശത്ത് ആ വിസ്മയം കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. എന്നാൽ അതൊരു വലിയ ദുരന്തം സൃഷ്ടിക്കാൻ പോവാണെന്ന് ഇപ്പൊ ആർക്കും അറിയില്ലല്ലോ. ടാക്കി ഇങ്ങനെ ആ ന്യൂസിൽ പറയുന്നതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും എൻ്റെ അടുത്ത് സമയമുണ്ട്, എന്നെ കൊണ്ട് രക്ഷിക്കാൻ കഴിയും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങോട്ടേക്ക് മിച്ചുകയുടെ മുത്തശ്ശി വരികയാണ്. അവരെന്തോ ടാക്കി കണ്ടതും മിച്ചുക അല്ല നീ മിച്ചുകയല്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. ടാക്കി ആകെ അമ്പരക്കാണ്. മുത്തശ്ശി നിങ്ങൾക്ക് അറിയായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അവര് ഇല്ല, പക്ഷെ ഈ അടുത്തായിട്ടുള്ള എന്റെ പെരുമാറ്റമൊക്കെ ശ്രദ്ധിക്കുമ്പോഴാണ് എനിക്കും എന്റെ പഴയ കാലത്തെ ചില ഓർമ്മകളൊക്കെ വന്നത്. എന്റെ ചെറുപ്പകാലത്തില് എനിക്കും ചില സ്ട്രേഞ്ച് ആയിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മറ്റാരുടെയോ ജീവിതം ജീവിക്കുന്നത് പോലെ ചില സ്വപ്നങ്ങളെല്ലാം കണ്ടിരുന്നു. പക്ഷേ സ്വപ്നങ്ങളല്ലേ, ഉറങ്ങി എണിക്കുമ്പോൾ അവ മാഞ്ഞു പോവും. ആദ്യമൊക്കെ അതെന്നെ വല്ലാണ്ട് അലട്ടിയിരുന്നു. പക്ഷെ പിന്നെ കാലം പോകെ ആ ഓർമ്മകളൊക്കെ എൻ്റെ അടുത്തുനിന്നും പോയി. പിന്നെ നിന്റെ അമ്മയ്ക്കും ചെറുപ്പത്തിൽ ഇതേപോലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നും പറയാണ്. അപ്പോഴാണ് ടാക്കിക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത്. ഈ ബോഡി സ്റ്റിച്ചിങ്ങും ഈ സ്ട്രേഞ്ച് ആയിട്ടുള്ള എക്സ്പീരിയൻസും എല്ലാം ഇവരുടെ ഈ മിയാമിസു ഫാമിലി ലൈനിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. എന്തിനായിരിക്കും അത്? ഒരുപക്ഷെ ഇന്ന് നടക്കാൻ പോകുന്ന ദുരന്തങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അത് തന്നെ, മിച്ചുകയും എല്ലാവരെയും ഈ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം വിധി എന്നെ ഇവിടെ എത്തിച്ചത്. ടാക്കി അത് ഉറപ്പിച്ചുകൊണ്ട് മുത്തശ്ശിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സ്കൂളിലേക്ക് വേഗം ചെല്ലാണ്. അവിടെ എത്തിയ ഉടനെ അവൻ ടെസ്സിയുടെ അടുത്തും സയാക്കിയുടെ അടുത്തും എല്ലാ കാര്യങ്ങളും പറയാണ്. ഇനി നമ്മൾ ബാക്കിയെന്ന് വെച്ചാൽ നാടും നമ്മളും എല്ലാവരും ഇല്ലാതാകും എന്ന് പറയാണ്. ഇവളിത് എന്തൊക്കെയാ പറയുന്നതെന്ന് പറഞ്ഞിട്ട് അവരാകെ കൺഫ്യൂസ് ആകുകയാണ്. എന്നാലും പറയുന്നത് മിച്ചുകയല്ലേ, അവൾക്ക് വേണ്ടിയിട്ട് അവരവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സമ്മതിക്കുകയാണ്. അങ്ങനെ ഇവർ 3 പേരും കൂടി ചേർന്നിട്ട് ഒരു പ്ലാനൊക്കെ ഉണ്ടാക്കാണ്. എന്താന്ന് വെച്ചാൽ ഈ കോമറ്റ് വന്ന് വീണ സമയത്ത് ഇവരുടെ ഈ സ്കൂളിൽ നിൽക്കുന്ന സ്ഥലത്തിന് മാത്രം ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ സേഫ് ആണ്. എല്ലാവരെയും കറക്റ്റ് സമയത്ത് ഈ സ്കൂളിലേക്ക് എത്തിക്കാൻ കഴിയാണെന്ന് പറഞ്ഞു വെച്ചാൽ മൊത്തത്തിൽ സേഫ് ആവും. അപ്പൊ ടെസ്സിയുടെ അച്ഛൻ കോൺട്രാക്ടർ ആണല്ലോ, അയാളുടെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ ബോംബും സ്ഫോടന വസ്തുക്കളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇവനെ യൂസ് ചെയ്യാറിയും. ഇവരത് ഉപയോഗിച്ചിട്ട് അവിടെയുള്ള പവർ സ്റ്റേഷൻ അങ്ങ് ബ്ലാസ്റ്റ് ചെയ്യും. എന്നിട്ട് ഇതേ സമയം ഈ സ്കൂളിലെ ബ്രോഡ്കാസ്റ്റ് സ്റ്റേഷൻ ഇവർ ഹാക്ക് ചെയ്തിട്ട് നമ്മുടെ സയാക്ക എല്ലാവരുടെയും കാട്ടുതീ പടർന്നിരിക്കുകയാണ്, വേഗം സ്കൂളിൽ എത്തിച്ചേരാൻ പറഞ്ഞിട്ട് ഓരോ ചെറിയ ചെറിയ ഗ്രാമങ്ങളിലെ ആൾക്കാരിനെ മൊത്തം അവിടെ
സ്കൂളിലേക്ക് എത്തിപ്പിക്കും. ആൻഡ് നമ്മുടെ മിത്സുകിയും അയാളുടെ അച്ഛൻ മേയറാണല്ലോ, അദ്ദേഹത്തെ പോയി ഇതെല്ലാം പറഞ്ഞ് എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്തിട്ട് ആളുടെ സഹായത്തോട് കൂടിയിട്ട് ഈ ഫെസ്റ്റിവലിന് കൂടിയിരിക്കുന്ന ആൾക്കാരെയും ബാക്കിയുള്ള ജനങ്ങളെയും എല്ലാം സ്കൂളിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കും. ഇതായിരുന്നു ഇവരുടെ പ്ലാന്. സംഭവം ഇതൊക്കെ ക്രൈമാണ്. ഒരുപക്ഷെ ഇതൊക്കെ നിന്റെ ഫാന്റസി മാത്രമാണെങ്കിലോ, നമ്മളൊക്കെ പെട്ടുപോകില്ലേ എന്ന് പറഞ്ഞിട്ട് സയാക്കി ആകെ ഇതിന് ടെൻഷൻ ആവുകയാണ്. അല്ലല്ല, ഇതൊക്കെ സത്യമാണ്, ഇതൊക്കെ നടക്കാൻ പോകുന്ന കാര്യമാണ്, നമ്മൾ തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ടാക്കി അവളെ കൺവിൻസ് ചെയ്യാണ്. അതെ, ചിലപ്പോൾ സത്യമായിരിക്കും. കാരണം നമ്മുടെ ഈ ഇറ്റോമോരി ലേക്കും ഇവരുടെ ഈ മിയാമിസു ടെമ്പിൾ ഇരിക്കുന്ന സ്ഥലമൊക്കെ ഇല്ലേ, പണ്ട് ഒരു 1200 വർഷം മുമ്പ് അവിടെ ഇതേപോലെ ഒരു ഉൽക്ക വീണിട്ടുണ്ടായിരുന്നേ, അങ്ങനെ രൂപപ്പെട്ടതായി ലേക്ക് എന്നാ പറയപ്പെടുന്നത് എന്ന് പറഞ്ഞിട്ട് ടെസ്സി ഒരു പഴയ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഇവർ കാണിക്കുകയാണ്. അപ്പോഴാണ് ടാക്കിക്കും അവരുടെ ആ ക്ഷേത്രഭിത്തിയിൽ ഈ ഉൽക്ക വന്ന് പതിക്കുന്നതിന്റെയും ഷൂട്ടിംഗ് സ്റ്റാർസിന്റെയും ഒക്കെ ചിത്രങ്ങൾ ഇങ്ങനെ കൊത്തി വെച്ചിരിക്കുന്ന കാര്യം ഓർമ്മ വന്നത്. അതേ ടാക്കി, നീ പറഞ്ഞത് ശരിയാണ്, എല്ലാത്തിന്റെ പിന്നിൽ ഇത് തന്നെയാണ് റീസൺ, നമ്മളെ കൊണ്ട് ഇനി എല്ലാവരും രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് രണ്ടുപേരും അവരുടെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ടാക്കി പോയിട്ട് മിത്സുകിയുടെ അച്ഛനെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറയാണ്. എല്ലാ ജനങ്ങളെയും എത്രയും പെട്ടെന്ന് സ്കൂളിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ വലിയൊരു ദുരന്തം വരാൻ പോകുന്നെന്ന് പറഞ്ഞ് അയാൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അദ്ദേഹം ഇതൊന്നും വിശ്വസിക്കുന്നില്ല. ഓൾറെഡി അടുത്ത മേയറിനായിട്ടുള്ള ഇലക്ഷൻ വരാൻ പോവാണ്. അതിനിടയ്ക്ക് ഇവരുടെ വാക്കായിട്ട് എന്തെങ്കിലും ചെയ്തു എന്ന് വെച്ചാൽ അയാളുടെ ഫ്യൂച്ചറിനെ ബാധിക്കുന്ന അയാൾക്ക് അറിയാം. അദ്ദേഹം അവൻ്റെ അടുത്ത്, നീ എന്തൊക്കെ വിഡിത്തോ പറയുന്നത്, അനാവശ്യമായിട്ടൊന്നും ചെയ്യാൻ പോകണ്ട, അല്ലെങ്കിൽ ഈ മിയാമിസു കുടുംബത്തിലുള്ളവർക്ക് ഇങ്ങനെയാണ്, നിന്നെ ഫസ്റ്റ് ഒരു ഡോക്ടറെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ അടുത്ത് ദേഷ്യപ്പെടുകയാണ്. ഇതൊക്കെ കേട്ട് നമ്മുടെ മിത്സുകിയുടെ ശരീരത്തിലുള്ള ടാക്കിക്ക് ആകെ ദേഷ്യം വന്നിട്ട് മിത്സുകിയുടെ അച്ഛൻ്റെ കോളറിലൊക്കെ പിടിച്ചിട്ട് ഭയങ്കര അറക്കണ്ടായിട്ട് സംസാരിച്ചിട്ട് പോവാണ്. അങ്ങനെ അവൾ അവിടുന്ന് വരുന്ന ടൈമിൽ മിത്സുകിയുടെ അനിയത്തെ കാണാണ്. അവൾ സ്കൂൾ വിട്ട് വരികയായിരുന്നു. ടാക്കി വേഗം അവളുടെ അടുത്ത് ചെന്ന്, മോളെ നീ മുത്തശ്ശിയും കൂട്ടിയിട്ട് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോകണം, നമ്മളെല്ലാവരും ചാകാൻ പോവാണ് എന്ന് പറയാണ്. ഇത് കേട്ടാ കുട്ടി, ചേച്ചിക്ക് എന്താ പറ്റിയത്, ചേച്ചി ഇന്നലെ പെട്ടെന്ന് ടോക്കിയോക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് പോയി, പിന്നെ വന്നതിന് ശേഷം ഇങ്ങനെയൊക്കെയാണല്ലോ പെരുമാറുന്നത്, എന്താ ചേച്ചിക്ക് സംഭവിച്ചീടായിട്ട് എന്ന് ചോദിക്കുകയാണ്. ടാക്കി ആകെ നെട്ടുകയാണ്. എന്ത് മിച്ചുക ടോക്കിയോയിലേക്ക് പോയിരുന്നോ? അന്നേരം തന്നെ അവിടേക്ക് സയാക്കിയും ടെസ്സിയും വരികയാണ്. എന്തായി, മേയർ ഓക്കെ പറഞ്ഞു, എല്ലാം ഓക്കെ അല്ലേ എന്ന് ചോദിക്കുകയാണ്. പക്ഷെ ടാക്കി എന്തോ ആലോചിച്ച്, എല്ലാം പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കട്ടെ, ഞാനിപ്പോൾ അങ്ങോട്ട് എത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് ടെസ്സിയുടെ സൈക്കിളും വാങ്ങിയിട്ട് അവിടുന്ന് പോവാണ്. ടാക്കി പോയത് അവരുടെ ആ മിയാമിസു ടെമ്പിളിൻ്റെ അടുത്തേക്കായിരുന്നു. കാരണം അവൻ അവിടെ നിന്നും അവളുടെ കുച്ചികാമിസാക്കി കുടിച്ചതിന് ശേഷമാണ് മിത്സുകിയുടെ ശരീരത്തിലേക്ക് ബോഡി സ്വിച്ച് ചെയ്തത്. അപ്പൊ അന്നേരം സ്വാഭാവികമായിട്ടും ടാക്കിയുടെ ശരീരത്തിലേക്ക് മിത്സുകയും വന്നിട്ടുണ്ടാവും. സോ മിത്സുകി ഇപ്പോൾ ആ ഭാഗത്ത് തന്നെ ഉണ്ടാവണം. അവളുടെ അടുത്തേക്കാണ് ടാക്കി പോകുന്നത്. അങ്ങനെ അവിടെ കട്ട് ചെയ്ത ക്ഷേത്രത്തിനകത്ത് മിത്സുകി കാണിക്കുകയാണ്. അവൾക്കും ഇപ്പോഴാണ് ബോധം വരുന്നത്. കണ്ണു തുറന്നതും താൻ വീണ്ടും ടാക്കിയായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളിങ്ങനെ അത്ഭുതപ്പെടുവാണ്. അല്ല, ഇത് ഇറ്റോമോരി ഇല്ലേ, ടാക്കി എന്താ ഇവിടെ ചെയ്യുന്നേ എന്ന് പറഞ്ഞിട്ട് അവൾ പുറത്തോട്ട് വന്ന് നോക്കുകയാണ്. അപ്പോഴാണ് ആ ഇറ്റോമോരി ഗ്രാമവും അവിടുത്തെ ലൈക്കും എല്ലാതും ഇങ്ങനെ നശിച്ചു കിടക്കുന്നത് കാണുന്നത്. ഫ്യൂച്ചറിലുള്ള ടാക്കിയുടെ ശരീരത്തിലേക്കാണല്ലോ മിത്സുക ബോഡി സ്വിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ അന്നേരം മിത്സുകിക്ക് ആ കോമറ്റ് വന്ന് വീഴുന്നതും ഈ ഗ്രാമം മൊത്തം ഇല്ലാതാകുന്നതും അവളും അതിൽ മരണപ്പെട്ടു പോകുന്നതും എല്ലാ ദൃശ്യങ്ങളും അവളുടെ മനസ്സിലേക്ക് വരികയാണ്. പാവം, എല്ലാം ഓർത്ത് അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങുകയാണ്. ഈ സമയം ടാക്കിയും അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അവന്റെ മനസ്സിലാണെങ്കിൽ മിത്സുക എന്തിനായിരിക്കും ടോക്കിയോയിലേക്ക് വന്നത്, 3 വർഷം മുൻപേ അവൾ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നോ എന്നൊക്കെയാണ്. അപ്പൊ മിത്സുകയായിട്ട് ബന്ധപ്പെട്ട ചില ഓർമ്മകൾ കൂടി അവന് വരികയാണ്. 3 വർഷം മുൻപേ മിത്സുക ടാക്കിയെ കാണാൻ വേണ്ടിയിട്ട് ടോക്കിയോയിലേക്ക് വന്നിരുന്നു. ശരിക്കും എപ്പോഴാണെന്ന് വെച്ചാൽ ഈ മിത്സുക ടാക്കിയും ഒക്കിഡോറിയും തമ്മിൽ ഒരു ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. അന്നേ ദിവസം തന്നെ അവനെ കാണാൻ വേണ്ടിയിട്ട് അവന് ടോക്കിയോയിലേക്ക് പുറപ്പെട്ടിരുന്നു. ടാക്കിക്ക് താനിവിടെ വന്നത് ഇഷ്ടമാകോ, തന്നെ കണ്ട് ദേഷ്യപ്പെടോ, അല്ല അവൻ എന്നെ തിരിച്ചറിയോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഒരുപാട് ടെൻഷനിലായിരുന്നു അവള്. കറക്റ്റായിട്ട് സ്ഥലങ്ങളൊന്നും ഓർമ്മയില്ലാത്തതുകൊണ്ട് തന്നെ അവളും ഇതേപോലെ ടാക്കി ഒരുപാട് അന്വേഷിക്കുന്നുണ്ട്. അവസാനം ഒരു ട്രെയിനിൽ വെച്ചിട്ട് ടാക്കിയെ കണ്ടുമുട്ടുകയാണ്. അവനെ കണ്ടതും അവൾ ഒരുപാട് സന്തോഷിക്കുകയാണ്. വേഗം അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവനടുത്ത് സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. ടാക്കി, ഞാൻ മിത്സുകയാണ്, നിനക്ക് എന്നെ ഓർമ്മയില്ലേ എന്ന് ചോദിക്കുകയാണ്. പക്ഷെ അവന് മിത്സുകയെ അറിയുന്നുണ്ടായിരുന്നില്ല. കാരണം മിത്സുക ബോഡി സ്വിച്ച് ചെയ്യുന്നത് 3 വർഷം ഫ്യൂച്ചറിലുള്ള ടാക്കിയുമായിട്ടാണ്. അപ്പൊ ഇപ്പോൾ ഉള്ള ടാക്കിക്ക് മിത്സുക ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല. ഇനി ഫ്യൂച്ചറിലാണ് മിത്സുകയായിട്ട് അവൻ ബോഡി സ്വിച്ച് ചെയ്യുകയും അവളുടെ ഗ്രാമത്തിലേക്കൊക്കെ പോവുകയും ചെയ്യുന്നത്. ടാക്കിക്ക് അവളെ തിരിച്ചറിയാതായതും മിത്സുകയ്ക്ക് ആകെ വിഷമമാകാണ്. അപ്പൊ പിന്നെയൊന്നും മിണ്ടാതെ മിത്സുക അവിടുന്ന് തിരിച്ചു പോവാണ്. ടാക്കിക്ക് പെട്ടെന്ന് എന്തോ പോലെ തോന്നുകയും അവൻ വേഗം അവളുടെ അടുത്ത്, ഇതിന്റെ പേരെന്താണ് എന്ന് ചോദിക്കുകയാണ്. അവളും വേഗം, എന്റെ പേര് മിത്സുഹ എന്ന് പറഞ്ഞിട്ട് അവളുടെ മുടിയിൽ കെട്ടിയിരുന്ന ഒരു ചരടെടുത്ത് അവൻ എറിഞ്ഞു കൊടുക്കുകയാണ്. ആൻഡ് ആ ഒരു ചരടാണ് ടാക്കി എപ്പോഴും അവന്റെ കയ്യിൽ കെട്ടുന്നതും ഒരു ലക്കി ചാമിനെ പോലെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞില്ലേ, അതും മിത്സുകയായിരുന്നു അവന്റെ കയ്യിൽ അത് കൊടുത്തത്. ഇതെല്ലാം ഇവിടെ ടാക്കി ഓർക്കാണ്. അതെ, അവൾ എന്നെ തേടി വന്നിരുന്നു 3 വർഷം മുൻപ്. എനിക്ക് അവൾ ആരാണെന്ന് പോലും അറിയാതിരുന്ന സമയത്ത് മിത്സുക എന്നെ തേടി വന്നിരുന്നു. ടാക്കി കരയാൻ തുടങ്ങി. അങ്ങനെ അവൻ ആ ഏറ്റവും ഒരു ലേക്കിനടുത്താണ്. അവൻ മിത്സുക നീ ഇവിടെ ഇല്ലേ എന്നിങ്ങനെ ഉറക്കെ വിളിക്കുകയാണ്. എന്തുകൊണ്ടോ ഫ്യൂച്ചറിൽ ടാക്കിയുടെ ശരീരത്തിലുള്ള മിത്സുകയ്ക്കും ഇത് കേൾക്കുകയാണ്. ടാക്കി ഇത് നീയല്ലേ എന്ന് അവളും തിരിച്ചു വിളിക്കുകയാണ്. രണ്ടുപേർക്കും അവരുടെ ശബ്ദം കേൾക്കാൻ സാധിക്കുകയാണ്. പക്ഷെ പരസ്പരം കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവർ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടി ചെല്ലാണ്. അങ്ങനെ ഒരു മൊമെന്റില് രണ്ടുപേരും ഒരേ സമയം ഇങ്ങനെ ക്രോസ് ചെയ്യാണ്. രണ്ടുപേർക്കും പരസ്പരം ഫീൽ ചെയ്യാണ്. ആ നീയല്ലേ എന്ന് ചോദിച്ച് രണ്ടുപേരും തിരിയാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും തൊടാൻ ശ്രമിക്കുകയാണ്. പക്ഷെ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് അവള് ആ പ്രകാശം ശ്രദ്ധിക്കുന്നത്.
അത് മാജിക്കൽ അവറായിരുന്നു. എന്നുവെച്ചാൽ സൂര്യാസ്തമയത്തിന് ശേഷമോ അല്ലെങ്കിൽ സൂര്യോദയത്തിന് മുൻപോ ആയിട്ടുള്ള ആ ഒരു ചെറിയ പ്രകാശമുള്ള ടൈം. പല കൾച്ചറുകളിലും ഈ ഒരു സമയം നമ്മുടെ റിയൽ വേൾഡും സ്പിരിച്വൽ വേൾഡും തമ്മിലുള്ള ഒരു ബൗണ്ടറി ടൈം ആയിട്ട് കണക്കാക്കുന്നുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും നമ്മളൊക്കെ ഇവിടെ സന്ധ്യാസമയത്ത് വിളക്ക് വെക്കുന്നതും ദൈവത്തിന് പ്രാർത്ഥിക്കുന്നതും എല്ലാം. അപ്പൊ ഈ ഒരു സമയത്തിന്റെ പ്രത്യേകത കൊണ്ടോ അതോ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ ആ ഒരു യുണീക്നെസ് കൊണ്ടോ എന്തോ ആ ഒരു മൊമെന്റില് ടാക്കയും മിത്സുകിയും തമ്മിൽ പരസ്പരം കാണാണ്. ആൻഡ് അറ്റ് ദി സെയിം ടൈം ഇവർ രണ്ടുപേരും തമ്മിൽ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ബോഡി സ്വിച്ച് ചെയ്യാണ്. ഇപ്പൊ ടാക്കിയുടെ ശരീരത്തിൽ ടാക്കിയും അതേപോലെ മിത്സുകിയുടെ ശരീരത്തിൽ മിത്സുകിയും ആകാണ്. രണ്ടുപേർക്കും ഒരുപാട് സന്തോഷമാകാണ്. മിത്സുകി ആണെങ്കിൽ ആകെ ഇമോഷണൽ ആവാണ്. ടാക്കി ഇത് നീയാണോ, നീ തന്നെയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവള് കരയാണ്. ടാക്കി അവളുടെ അടുത്ത് ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നതാ, പക്ഷെ നീ ഒരുപാട് ദൂരെയായിരുന്നില്ലേ, അതുകൊണ്ട് കുറച്ച് കഷ്ടപ്പെട്ടു എന്ന് പറയാണ്. അപ്പൊ അവള് എന്നാലും ഇതൊക്കെ എങ്ങനെ സാധിച്ചേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ടാക്കിയും അത് പിന്നെ ഞാൻ നിന്നെ മറ്റേ കുച്ചിക്കാമി സാക്കിയുണ്ടല്ലോ അത് കുടിച്ചു എന്ന് പറയാണ്. ഇത് കേട്ടതും മിച്ചുക ആകെ നെറ്റിയിട്ട് എന്ത് നീ അത് കുടിച്ചെന്നോ, നിനക്കെന്താ വട്ടാണോ, നീ ഇത് വിട്ടിയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അവന്റെ അടുത്ത് വഴക്കിടുകയാണ്. പാവൻ ടാക്കി അയ്യോ സോറി 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 എന്ന് പറയാണ്. അന്നേരമാണ് മിച്ചുക അവന്റെ കയ്യിൽ അവള് കൊടുത്ത ആ ബാൻഡ് ശ്രദ്ധിക്കുന്നത്. അപ്പൊ ടാക്കി അവളുടെ അടുത്ത് ഇത് നീ തന്നതാ, എനിക്ക് നീ ആരാണെന്ന് പോലും അറിയാത്ത ടൈമിലാണ് നീ എന്നെ കാണാൻ വന്നത്, പക്ഷെ 3 വർഷമായിട്ട് ഇതിനെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു, ഇനി എന്തായാലും ഇത് നിന്റെ കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ചരട് അവൾക്ക് തന്നെ കൊടുക്കുകയാണ്. മിച്ചുകയും ചിരിച്ചുകൊണ്ട് അത് അവളുടെ തലയിൽ കെട്ടിയിട്ട് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണ്. അവനും ആ കുഴപ്പമില്ലാന്ന് പറയുമ്പോ എന്ത് കുഴപ്പമില്ലാന്നോ എന്ന് പറഞ്ഞ് അവര് വീണ്ടും വഴക്കിടുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ആകാശത്ത് കോമറ്റ് ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാജിക് അവറും തീരാറായി. അത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ സാധിക്കില്ല. അപ്പൊ ടാക്കി അവളുടെ അടുത്ത് മിച്ചുക നീ പേടിക്കണ്ട, നമുക്ക് ഇനിയും ടൈം ഉണ്ട്, നീ വിചാരിച്ചൊന്ന് വെച്ചാൽ നമുക്ക് എല്ലാവരെയും രക്ഷിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് അവരുടെ ആ പ്ലാനിങ്ങിനെ കുറിച്ചെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ ഇത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മറന്നു പോയാലോ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടാൾക്കും നമ്മുടെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യിൽ എഴുതി വെക്കാം എന്ന് പറഞ്ഞിട്ട് ടാക്കി അവന്റെ കയ്യിലുള്ള ഒരു പേന എടുത്തിട്ട് മിച്ചുകിയുടെ കയ്യിൽ അവന്റെ പേര് ഇങ്ങനെ എഴുതി വെക്കാം. മിച്ചുകിയും ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവന്റെ കയ്യിൽ നിന്ന് പേന വാങ്ങി ടാക്കിയുടെ കയ്യിൽ ഇങ്ങനെ എഴുതാനായിട്ട് നിൽക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും മാജിക്കൽ അവർ അവസാനിക്കുകയും അവൾ അവിടുന്ന് മാഞ്ഞുപോവുകയും ചെയ്യാണ്. രണ്ടുപേരും വീണ്ടും അവരുടെ പഴയ ടൈമിലേക്ക് എത്താണ്. ടാക്കി ഇപ്പോൾ ഉള്ളത് ഫ്യൂച്ചറിലാണ്. എനിക്ക് നിന്നോട് പറയണമായിരുന്നു, നീ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഞാൻ നിന്നെ തേടി വരുന്നു, നിന്റെ പേര് മിച്ചുക, ഞാൻ മറക്കില്ല നിന്റെ പേര് മിച്ചുക. അവനിങ്ങനെ ആവർത്തിക്കുകയാണ്. പക്ഷെ അവന്റെ ഉള്ളിൽ നിന്നും ആ ഓർമ്മകളൊക്കെ പയ്യെ മാഞ്ഞു പോകാൻ തുടങ്ങുകയാണ്. ടാക്കി വേഗം ആ പേനെടുത്ത് അവന്റെ കയ്യിൽ അവളുടെ പേര് ഇങ്ങനെ എഴുതാനായിട്ട് പോവാണ്. പക്ഷെ അതിനു മുന്നേ അവൻ അവളുടെ പേര് മറന്നു പോവാണ്. അവൻ എന്തിനാ അവിടെ വന്നതെന്ന് പോലും അവനെ കൊണ്ട് ഓർക്കാൻ പറ്റുന്നില്ല. ഞാനിവിടെ അവളെ കാണാനായിട്ട് വന്നതാണ്, അവളെ രക്ഷിക്കാനായിട്ട് വന്നതാണ്. ആരാ അവള്, അവളുടെ പേരെന്തായിരുന്നു, ഞാൻ മറക്കാൻ പാടില്ലാത്ത ആരോ, എനിക്ക് വേണ്ടപ്പെട്ട ആരാണ് അവള്. ടാക്കി ഉറക്കെ കരയാണ്. ഇതേ സമയം ഇവിടെ മിച്ചുകയും അവന്റെ പേര് ടാക്കി, ഞാൻ മറക്കില്ല ടാക്കി ടാക്കി എന്നിങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടേ പോവാണ്. ആകാശത്തെ കോമറ്റ് ബ്രൈറ്റ് ആയിട്ട് കാണാൻ തുടങ്ങി. ആളുകളെല്ലാം ആ ഫെസ്റ്റിവലിന് വന്നുകൊണ്ടിരിക്കുകയാണ്. മിച്ചുക ടെസ്സിയോടൊപ്പം ചെന്ന് അവിടെയുള്ള പവർ സ്റ്റേഷൻ ബ്ലാസ്റ്റ് ചെയ്യാണ്. ആ ഭാഗത്തുള്ള പവറെല്ലാം ഓഫ് ആകുകയാണ്. ഈ സമയം സയാക്ക ബാക്കപ്പ് വഴി സ്കൂളിലെ ബ്രോഡ്കാസ്റ്റ് സ്റ്റേഷനിൽ കൂടെ എല്ലായിടത്തും കാട്ടുതീ പടർന്നിരിക്കുകയാണ്, എല്ലാവരും എത്രയും പെട്ടെന്ന് മൗണ്ടനിലുള്ള സ്കൂളിലേക്ക് എത്തിച്ചേരണം എന്ന് പറഞ്ഞിട്ട് അനൗൺസ് ചെയ്യാണ്. മിച്ചുകിയും ടെസ്സി അവളുടെ അടുത്ത് നിനക്കൂടെ എത്രത്തോളം പറ്റുമോ അത്രയും പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേയിരിക്കേ എന്ന് പറയാണ്. അപ്പോൾ ഇവരുടെ അനൗൺസ്മെന്റ് എല്ലാം കേട്ട് അവിടെയുള്ള ആളുകളൊക്കെ സ്കൂളിലേക്ക് മൂവ് ആകാൻ വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. മിച്ചുകയും ടെസ്സിയും ചെന്ന് ആ ഉത്സവത്തിന് കൂട്ടിയിരിക്കുന്ന ആളുകളെല്ലാം സ്കൂളിലേക്ക് മാറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാട്ടുതീ പടർന്നിരിക്കുകയാണ്, ഇവിടെ മൊത്തം നശിക്കാൻ പോവാണ്, എല്ലാവരും വേഗം സ്കൂളിലേക്ക് പോകുക എന്ന് പറഞ്ഞിട്ട് ഇവരെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം അവരെ കൺവിൻസ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോഴേക്കും മേയറും അയാളുടെ ടീമും ഇതാരാ ചെയ്തതെന്ന് അന്വേഷിക്കുകയും നമ്മുടെ സയാക്കിയെ പിടിക്കുകയും ചെയ്യാണ്. എന്നിട്ട് അവര് ആരും പേടിക്കേണ്ട, എല്ലാവരും ഇപ്പോൾ എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ നിന്നോളൂ, ഒരു ടെക്നിക് എറർ സംഭവിച്ചതാണ്, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത അനൗൺസ്മെന്റ് വിടുകയാണ്. പാവം അവർ ഒരുപാട് കഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ട് എല്ലാം ഫ്ലോപ്പ് ആവുകയാണ്. വേറെ വഴിയില്ല എന്ന് പറഞ്ഞിട്ട് മിച്ചുക മേയറിനെ കാണാൻ വേണ്ടി വീണ്ടും പോവാണ്. അങ്ങനെ അവൾ ആ പോകുന്ന വഴിയിൽ മിച്ചുകയ്ക്കും ടാക്കിയെക്കുറിച്ചുള്ള ഓർമ്മകളെല്ലാം മാഞ്ഞു പോവാണ്. അതാരായിരുന്നു, അവന്റെ പേരെന്തായിരുന്നു എന്ന് പറഞ്ഞ് അവളും ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് പോവാണ്. അവൾക്കും ഇത് സഹിക്കാതെ ഓടിപ്പോകുന്ന ടൈമിൽ അവൾ താഴോട്ട് വീഴാണ്. അന്നേരം അവൾക്ക് ടാക്കി നമ്മൾ രണ്ടുപേരുടെ പേരുകൾ ഇങ്ങനെ കയ്യിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതാന്ന് പറഞ്ഞ കാര്യം അവൾക്ക് ഓർമ്മ വരികയാണ്. അങ്ങനെ അവൾ കൈ തുറന്ന് നോക്കുമ്പോൾ അതിലെ ടാക്കിയുടെ പേരായിരുന്നില്ല, അവൻ ഐ ലവ് യു എന്നായിരുന്നു മിച്ചുകിയുടെ കയ്യിൽ എഴുതിയത്. അവൾ ആ കരയാണ്. അവൻ ആരാ എന്താ എന്നൊന്നും അവൾക്ക് ഓർക്കാൻ കഴിയുന്നില്ല. പക്ഷെ തനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട, തനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്, താൻ മറക്കാൻ പാടില്ലാത്ത ഒരാളാണെന്നുള്ള കാര്യം മാത്രം അവൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. രണ്ടും കൽപ്പിച്ച് അവൾ അവിടുന്ന് നേരെ മേയറിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഈ സമയത്ത് ആകാശത്ത് ആ കോമറ്റ് സ്പ്ലിറ്റ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. മിച്ചുക പറഞ്ഞതെല്ലാം ശരിയായിരുന്നു എന്ന് പറഞ്ഞ് ടെസ്സിയും അവിടെ കൂടിയിരുന്ന മറ്റാളുകളും എല്ലാം അത് കണ്ട് ആകെ ഭയന്ന് നോക്കുകയാണ്. നേരെ ഇവിടെ ഓഫീസിലെത്തി മിച്ചുകിയുടെ അടുത്ത് അവളുടെ അച്ഛൻ ഭയങ്കരമായിട്ട് ചൂടാവുകയാണ്. നീ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയിരിക്കുക, നിനക്ക് ഇതിന് മാത്രം ധൈര്യമോ എന്ന് പറഞ്ഞ് അദ്ദേഹം ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യാണ്. പക്ഷെ മിച്ചുക അവളതൊന്നും കേൾക്കാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ അവിടെ കട്ട് ചെയ്ത അതേ അടുത്ത ഷോട്ടില് ആ കോമറ്റ് വന്ന് അവിടെ പതിക്കുകയാണ്. ഇറ്റോമോരി പാടെ നശിച്ചു പോവുകയാണ്. പക്ഷെ ആർക്കും തന്നെ ഒന്നും സംഭവിക്കുന്നില്ല, കാരണം മിച്ചുയെ കൊണ്ട് മേയറെ കൺവിൻസ് ചെയ്യാൻ സാധിക്കുകയാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ സഹായത്തോട് കൂടിയിട്ട് അവിടെയുള്ള എല്ലാവരെയും സ്കൂളിലേക്ക് പെട്ടെന്ന് തന്നെ എവോക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നു.
സംഭവം നടക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ അദ്ദേഹം സ്ട്രോങ് കമാൻഡ് കൊടുത്തതുകൊണ്ട് എല്ലാവരെയും രക്ഷിക്കാൻ അവരെ കൊണ്ട് കഴിയാണ്. അങ്ങനെ ടാക്കിയും മിത്സുകിയും ചേർന്ന് അവരുടെ വിധി തന്നെ മാറ്റി എഴുതിയിരിക്കുകയാണ്. മിത്സുക മരിക്കുന്നു എന്നുള്ള ആ യാഥാർത്ഥ്യത്തെ തന്നെ അവർ തിരുത്തി എഴുതി. ഇപ്പൊ അവിടെ കട്ട് ചെയ്ത ഫ്യൂച്ചറിലുള്ള ടാക്കിയെ കാണിക്കുകയാണ്. അവനിപ്പോൾ ആ ഇറ്റോമോരിയിലെ ലേക്കിന് സമീപത്ത് തന്നെയാണല്ലോ നിൽക്കുന്നത്. താനിപ്പോൾ അവിടെ എന്തിനാ വന്നത്, ആരെ കാണാനാ വന്നത് എന്നൊന്നും അവന് ഓർമ്മയില്ല. നടന്നത് അത്രയും മറന്ന് അവനും ആകെ കൺഫ്യൂസ് ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ വർഷങ്ങൾ കടന്നു പോവുകയാണ്. ടാക്കി പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ജോലിയൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മിത്സുകിയും ഇപ്പോൾ ടോക്കിയോയിൽ തന്നെയാണുള്ളത്. അതേപോലെ ടെസ്സിയും സയോക്കിയും അവരിപ്പോൾ ഒരുമിച്ചാണ്. ആൻഡ് മിത്സുകിയുടെ അനിയത്തി കാണിക്കുന്നുണ്ട്, അവളും കുറച്ച് വളർന്നു. ഓരോരുത്തരും അവരവരുടെ ലൈഫിൽ ബിസിയാണ്. ടാക്കിക്കാണെങ്കിലും മിത്സുകിക്കാണെങ്കിലും കഴിഞ്ഞതൊന്നും ഓർമ്മയില്ല. അവർ രണ്ടുപേരും അവരുടെ ലൈഫിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നിരുന്നാലും രണ്ടുപേരുടെ ഉള്ളിൽ എപ്പോഴും ഒരു ഇൻകംപ്ലീറ്റ്നെസ് ഫീൽ ചെയ്യാണ്. താൻ ഇപ്പോഴും ആരെയോ എന്തിനെയോ തേടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ഫീല് അവർക്കത് മനസ്സിലാക്കാനും കഴിയുന്നില്ല. അങ്ങനെ ഇരിക്കും ഒരു ദിവസം നമ്മുടെ ഒക്കിറ്റോറിയും ടാക്കിയും തമ്മിൽ മീറ്റ് ചെയ്യാണ്. അവളുടെ മാരേജ് എല്ലാം കഴിഞ്ഞു. ഇപ്പൊ ജോലിയുടെ ആവശ്യത്തിനായിട്ട് എന്തിനോ വന്നപ്പോൾ ടാക്കിയെ ഒന്ന് കണ്ടിട്ട് പോകാം എന്ന് കരുതി വന്നതാ. അപ്പൊ അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേ അവിടെ ഇങ്ങനെ വലിയ ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇറ്റോമോരിയില് ആ ഒരു കോമറ്റ് വന്ന് പതിച്ചിട്ട് ഇപ്പൊ 8 വർഷമായി. ഇത് കണ്ട് ഒക്കിറ്റോറിയ ടാക്കിയുടെ അടുത്ത്, ഇത്ര പെട്ടെന്നല്ലേ ദിവസങ്ങളൊക്കെ പോകുന്നത്. നമ്മളും കുറച്ച് വർഷം മുൻപ് ഇതേപോലെ 3 പേരും കൂടിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ലേ, ആ ഇറ്റോമോരിയിലെ ലേക്കൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ. ശരിക്കും എന്തിനാ അവിടേക്ക് പോയതെന്ന് തന്നെ എനിക്കിപ്പോൾ ഓർമ്മയില്ല എന്ന് പറയണം അവള്. അപ്പൊ ഇവരങ്ങോട്ട് പോയിട്ട് ഇപ്പൊ 5 വർഷം കഴിഞ്ഞു. ടാക്കിയും ഓർക്കുകയാണ്, താൻ ശരിക്കും എന്തിനായിരുന്നു അങ്ങോട്ട് പോയത്. ഇവ രണ്ടുപേരും ടോക്കിയോയിലേക്ക് തിരിച്ചു വന്നിട്ടും താൻ മാത്രം ആ മൗണ്ടെയിനിൽ ഒരു രാത്രി മുഴുവൻ അവിടെ ഒറ്റയ്ക്ക് ചെലവഴിച്ചു. എന്തിനായിരുന്നു അത്, ആരെ തേടിയായിരുന്നു അങ്ങോട്ട് പോയത്. അവൻ ഇപ്പോഴും അതൊന്നും ഓർത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ എപ്പോഴും ആ കോമറ്റിനെ കുറിച്ചോ ഇറ്റോമോരിയെ കുറിച്ചോ എന്തെങ്കിലും ന്യൂസുകളോ മറ്റോ കാണുകയാണെങ്കിൽ അവനറിയാതെ അതിനോടൊരു താല്പര്യവും ആകർഷണവും ഒക്കെ തോന്നുകയാണ്. താൻ ഇതുവരെ പോകാത്തൊരു സ്ഥലം, തൻ്റെ ആരും ഇല്ലാത്തൊരു സ്ഥലത്തോട് എന്തിനാണ് ഈ ഒരു പ്രത്യേക ഇഷ്ടം എന്ന് അവൻ ഇനിയും മനസ്സിലായിട്ടില്ല. മിത്സുകിയുടെ കാര്യവും ഇതേപോലെയൊക്കെ തന്നെ ആയിരുന്നു. അവൾക്കും താൻ ആരെയോ തേടുന്നത് പോലെ, ആർക്കോ വേണ്ടി കാത്തിരിക്കുന്നത് പോലെ ഉള്ളൊരു ഫീലാണ്. പിന്നെയും അങ്ങനെ ദിവസങ്ങൾ പോവുകയാണ്. അപ്പോൾ ഒരു ദിവസം മിത്സുകിയും ടാക്കിയും രണ്ടുപേരും അവരുടെ ഈ സാധാരണ ജോലിക്കാര്യങ്ങളും മറ്റുമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം രണ്ടുപേരും തമ്മിൽ വീണ്ടും കാണുകയാണ്. അവർ തമ്മിൽ കണ്ടതും എന്താണെന്നറിയില്ല, രണ്ടുപേർക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും സ്പെഷ്യലായിട്ടത് ഫീൽ ചെയ്യാണ്. തങ്ങൾ ഇതുവരെ ആരെയാണോ തേടിക്കൊണ്ടിരുന്നത്, അത് അവനാണോ അത് അവളാണോ എന്നുള്ളൊരു ഫീല് അവർക്ക് തോന്നുകയാണ്. രണ്ടുപേരും അപ്പം തന്നെ ട്രെയിൻ വിട്ടിറങ്ങുകയും ആരാണെന്ന് പോലും അറിയാതെ പരസ്പരം അന്വേഷിക്കുകയും ചെയ്യാണ്. അവരെങ്ങോട്ടേക്കോ പോകുന്നു, എവിടെയൊക്കെയോ തിരയുന്നു. അങ്ങനെ ഒടുവില് പരസ്പരം കണ്ടുമുട്ടുകയാണ്. അവരുടെ ഉള്ളിലുള്ള ഫീല് അവർക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതായിരുന്നില്ല. രണ്ടുപേരും അടുത്തോട്ട് നടക്കാണ്. എന്തൊക്കെയോ പറയാനുണ്ടെങ്കിലും പക്ഷെ ഇത് തന്റെ മാത്രം തോന്നലായിരിക്കോ എന്ന ചിന്ത കൊണ്ട് ഒന്നും മിണ്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോവാണ്. അവസാനം ടാക്കി, ഹേയ് നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. മിത്സുകി ആൾക്ക് അറിയാൻ തുടങ്ങി. എനിക്കും അങ്ങനെ തോന്നിയത് എന്ന് പറയാണ്. ടാക്കിയുടെ കണ്ണുകളും നിറഞ്ഞു. അവർ രണ്ടുപേരും ഒരേ സമയം ചോദിക്കുകയാണ്, യുവർ നെയിം.